നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, വേൾഡ് കപ്പ് ഇത്തവണ പോർച്ചുഗൽ കൊണ്ടുപോകുമെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അവരുടെ മധ്യനിര എല്ലാവരെയും അത്ഭുതപ്പെടുന്ന ഒന്നാണ്. മധ്യനിരയിൽ കുറേ കാലമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളില്ലേ, ബ്രൂണോ ഫെർണാണ്ടസ്. ഒടുവിൽ ഇപ്പോൾ അദ്ദേഹം അർഹിക്കുന്ന ആ ഒരു റെക്കഗ്നിഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ആൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു, ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പെർഫോം ചെയ്യുന്ന മറ്റൊരാൾ പോർച്ചുഗീസ് നിരയിൽ ഇപ്പോഴില്ല എന്നുള്ളത്. വിറ്റിഞ്ഞയുടെ മറ്റുമൊക്കെ പേര് പറയാം, ശരിയാണ്. പക്ഷേ അപ്പോഴും ബ്രൂണോ ഉണ്ടാക്കിയിട്ടുള്ള ഓളം വേറെ തന്നെയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലൊരു ടീം തകർന്നു പോയിടത്ത് നിന്ന് UCL ഇപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അത്യധ്വാനം വളരെ വലുതാണ്. പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും അധികം അസിസ്റ്റുകൾ കൊടുത്ത താരമെന്ന റെക്കോർഡ് അങ്ങ് തിരുത്തി കുറിച്ചു. ആരുടെ റെക്കോർഡാ? സാക്ഷാൽ KDBയുടെയും തിയറി ഹെൻറിയുടെയും റെക്കോർഡ് ഇത്തവണ തിരുത്തി കുറിച്ചു. അങ്ങനെ ഗോളും അസിസ്റ്റുമായിട്ട് പൊളിച്ചടുക്കി സീസണിലെ മികച്ച താരം എന്നെല്ലാവരും വാഴ്ത്തുന്ന രൂപത്തിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഈ വേൾഡ് കപ്പിൽ നമ്മൾ പ്രതീക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ ബ്രില്യൻ ഫോം പോർച്ചുഗലിന് ഈ വേൾഡ് കപ്പിൽ തുണയാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ ഉള്ളത്. അതിലും ബ്രൂണോ ഇത്തവണ അത് മോഹിക്കുന്നുമുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത്തവണ ഞങ്ങൾക്കിത് വേണം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ഒന്ന് CR7 അവസാന വേൾഡ് കപ്പാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ ഒരു കിടിലൻ ടീമും കൊണ്ടാണ് വരുന്നത്. ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല എന്ന അവസ്ഥയിലാണ് അവരുള്ളത്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ? ഏതായാലും പോർച്ചുഗൽ അവരുടെ ട്രെയിനിങ് ക്യാമ്പും മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ അവർ കളിക്കുന്നത്. രണ്ടും മികച്ച ടീമുകൾക്കെതിരെയാണ്. ചിലിക്കെതിരെ ജൂൺ 6 രാത്രി 11:15 ആദ്യ ഫ്രണ്ട്ലി മത്സരം. ജൂൺ 11 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 നൈജീരിയക്കെതിരെ രണ്ടാമത്തെ ഫ്രണ്ട്ലി മത്സരം. പിന്നെ ഗ്രൂപ്പ് കെയിൽ അവർ വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ കളി ജൂൺ 17 രാത്രി ഇന്ത്യൻ സമയം 10:30 DR കോങ്കോക്കെതിരെയാണ്. ആ മത്സരത്തോടുകൂടി അവർ അരങ്ങേറുന്നു. പൊളിച്ചെടുക്കുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. രണ്ടാം മത്സരം ജൂൺ 23 രാത്രി ഇന്ത്യൻ സമയം 10:30 ഉസ്ബെക്കിനെതിരെയാണ്. ഈ 2 കളികളും അവർ അനായാസം കടന്നു പോകും, വിജയിച്ച് കയറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ കളിയാണ് ഒരല്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത. അത് കൊളംബിയക്കെതിരെയാണ് ജൂൺ 28 പുലർച്ചെ 5 മണിക്ക്. പക്ഷേ ആ വെല്ലുവിളിയും മറികടന്ന് ഗ്രൂപ്പ് കെയിൽ നിന്ന് ചാമ്പ്യന്മാരായിട്ട് ബ്രൂണോ ഫെർണാണ്ടസും സംഘവും മുന്നോട്ട് കുതിക്കുമെന്ന പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.